സോ നമ്മൾ സഗരദിയ ഫാമിലിയെ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് 16 മിനിറ്റ് നടക്കാനാണ്. സോ ഇന്നലെ ഞങ്ങൾക്ക് ആക്ച്വലി ട്രെയിനൊക്കെ എടുത്തു പോയി വഴിയൊക്കെ തെറ്റിയായിരുന്നു. സോ ഇന്ന് മോർണിംഗ് നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് ആണെങ്കിലും നല്ല വെയിലാണ്. അതെ, ഒരു നട്ടുച്ച ഫീലാണ്. പക്ഷേ രാവിലെ 10 മണി ആയതിട്ടേ ഉള്ളൂ. ഈ സ്ട്രീറ്റ് കണ്ടോ, ഇവിടെ നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ളതുപോലെ പാം മരങ്ങളൊക്കെ ഉണ്ട്. സോ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻ? ഇന്ന് സഗരേദിയ ഫാമിലി, അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ പോകണം. പിന്നെ നമുക്ക് കുറച്ച് മാർക്കറ്റുകൾ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഒരു ഗോത്തിക് ആർക്കിടെക്ചർ അതിൻ്റെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ പിക്കാസോയുടെ മ്യൂസിയം ഉണ്ട്, പക്ഷെ അവിടെ മേ ബി പോവുള്ളൂ. ആക്ച്വലി ഒരു പ്ലാനും ഇല്ല, നമുക്ക് ജസ്റ്റ് നോക്കാം ഇവിടെയൊക്കെ പോയി എന്താണോ ഉള്ളതെന്നുള്ളത്. സോ ഇന്ന് നമ്മുടെ മെയിൻ ഉദ്ദേശം ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്നാണ്. ഓൾറെഡി ഇന്നിപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ ഇത് കണ്ടു, ഇത് ട്രാം വരുന്ന വഴിയാണ് കേട്ടോ. പക്ഷേ ഇത് ട്രാം റണ്ണിങ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഈ റൂട്ടിൽ കണ്ടില്ലായിരുന്നു ട്രാം, പക്ഷേ ട്രാമിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. റെസ്റ്റോറൻ്റൊക്കെ, ഇതൊരു ബാറ് റെസ്റ്റോറൻ്റ് ആണെന്ന്, ഒരു സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ടൂർ ഗ്രൂപ്പുകളൊക്കെ കാണാം അവിടെ. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതുപോലെ സിറ്റി ടൂർ നടത്താൻ വേണ്ടി ടൂർ ഗ്രൂപ്പ് ഇതിനെടുക്കാം. അവിടെ മെട്രോ വരുന്നു, ട്രാം വരുന്നു. സോ നമുക്ക് ഇവിടെ നിന്ന് സഗരദിയ ഫാമിലിയുടെ ഒരു അത് കാണാം. സോ നമുക്ക് അങ്ങോട്ടേക്കാണ് നമുക്ക് പോവേണ്ടത്. എനിക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ ഇതുപോലെയുള്ള ഒരു മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ മഞ്ഞ പൂക്കളൊക്കെ വരുന്ന, അതിങ്ങനെ നിലത്ത് വീണ്ടും കാണാൻ ഒരു നല്ല രസമൊക്കെ കേട്ടോ. പിന്നെ ഇവിടുത്തെ സിറ്റി മാനേജ്മെൻറ്റ് അത് ആക്ച്വലി അടിപൊളിയാണ്. കാരണം ഞങ്ങൾ ഇന്നലെ നൈറ്റ് തിരിച്ച് വന്നപ്പോൾ ഇവിടെ റോഡ് മൊത്തം അവർ ക്ലീൻ ചെയ്യുമായിരുന്നു. എനിക്കൊന്ന് അവർ എവറി ഡേ എല്ലാ ദിവസവും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇന്ന് മോർണിംഗ് അവരത് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സിറ്റി അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും അപ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന് തോന്നുന്നു കൂടുതലും. എല്ലാം കുറച്ച് പഴയ ബിൽഡിംഗ് ആട്ടോ. നമുക്ക് പുതിയതൊന്നും പറയാനൊരു മോഡേൺ സിറ്റി വൈബൊന്നും ഇല്ല. വേണമെങ്കിൽ വേറെ പാർട്ടിലോട്ട് കാണുമായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ബാർസലോണയിൽ കാണുമ്പോൾ എല്ലാം കുറച്ച് അത്യാവശ്യം പഴക്കം ചെന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക്കായി വരുന്നുണ്ട് സമയം. എല്ലാവരും വർക്കിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോയി തുടങ്ങി. റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഈ ടൈമിൽ ആക്ച്വലി നല്ല ചൂടാണ്, നല്ല വെയിലാണ്. ഒരു ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. അതായത് ഈ വെയിലൊന്ന് മാറിക്കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് നടക്കാനും കുറച്ച് സ്ട്രീറ്റും കാര്യങ്ങളും റെസ്റ്റോറൻറ്റൊക്കെ കൂടുതൽ ഓപ്പൺ ആവുന്നത് ഈവനിങ് ടൈമിലാണ്. അപ്പോൾ നിങ്ങൾ ബാർസലോണ വരുവാണെങ്കിൽ അത് ഒന്ന് മനസ്സിൽ വച്ചേക്കുക. ട്രാഫിക് ഇതാണ്, കാരണം ഇവിടെ പെഡസ്ട്രിയൻസിന് ക്രോസ് ചെയ്യാനായിട്ട് സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക, കാരണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി തരും കേട്ടോ കറക്റ്റായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് എനിക്കൊന്ന് സുവനീർ ഷോപ്പ് എന്തൊക്കെയാണ്. നമുക്കെന്തായാലും സുവനീർ മേടിക്കണം. എന്തായാലും ഇപ്പോൾ ഇല്ല, ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇത് പാബ്ലോ എസ്കോബാറിൻ്റെ ടീഷർട്ടൊക്കെ. ബാർസലോണ സ്റ്റേഡിയം നമുക്ക് അറിയില്ല. എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ ചിലപ്പോൾ ശ്രമിക്കും. അത് ഓപ്പൺ ആണോ എന്തായാലും ഓൾറെഡി അകത്ത് കയറുന്നതിന് ടിക്കറ്റുണ്ട്. സോ ഞങ്ങൾ ടിക്കറ്റൊന്നും പ്രീ ബുക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, എന്താണ് അവിടുത്തെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ഒത്തിരി സുവനീർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ കുറേ ബേക്കറി, ഇവിടെ കേക്കും കുറച്ച് പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ എന്താണ് ക്രോസൻ്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഈ ക്രോസൻ്റ് ഒന്നും നമ്മുടെ ഒരു ഫ്ലേക്കി ക്രോസൻ്റ് അല്ല. ഇപ്പം ഫ്രാൻസിൽ കിട്ടുന്ന അല്ലെങ്കിൽ ലണ്ടനിൽ കിട്ടുന്ന പോലത്തെ ഒരു ഫ്ലേക്ക്നെസ് ഇല്ല. ഒരു വേറെ കുറച്ചൊരു ഫ്രൈഡ് ടൈപ്പാണ്. എനിക്കതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ ക്രോസൻസ് ഇറ്റലിയിലും ട്രൈ ചെയ്തപ്പോഴും എനിക്കത്
ഒരു തൃപ്തി വന്നില്ല. ആ ഒരു ക്രോസൻറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ഭയങ്കര ഫേക്കായിട്ട് തോന്നി. പക്ഷെ ഇവിടെ കുറേ ഫില്ലിങ്സ് വെച്ചിട്ടുള്ള പല ടൈപ്പ് ക്രോസൻസ് ഉണ്ട്. ഇപ്പോൾ പിസ്താഷിയോ, കസ്റ്റാർഡ്, ചോക്ലേറ്റ്, പിസ്താഷിയോയുടെ ഫില്ലിങ്സ്, ആ ഒരു ഫില്ലിങ്സ് പല ടൈപ്പിലുള്ളതുണ്ട്. ഐ തിങ്ക് ദാറ്റ് വൺ ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് റീൽസിൽ. അത് നല്ല കിട്ടിലും സാധനമാണെന്ന് പറയുന്നുണ്ട്. ട്രൈ ചെയ്യാം. പിന്നെ ഇത് ഏതാണ്ട് ഒരു പിസ്സ പോലത്തെ ടൈപ്പാണ്. അകത്തെ നമ്മുടെ നാട്ടിലെ മാർബിൾ കേക്ക് പോലത്തെ മാർബിൾ കേക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. സോ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫുഡ് വ്ലോഗ് ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കാം. കുറച്ച് ഇവിടുത്തെ ലോക്കൽ ഷോപ്പുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. സോ അങ്ങോട്ടേക്ക് ചിലപ്പോൾ പോവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും രാവിലെ സൈക്കിളിൽ വരുന്ന സൈക്കിൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറേ ഇവിടെ കണ്ടോ. അതുപോലെ ബൈക്ക് നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും, കാർ റെൻറ്റിന് എടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തുകൊണ്ട് വരിക. പിന്നെ UK മറ്റ് രാജ്യങ്ങളിലൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് ഒരു IDP മാത്രം മതിയാവും. എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് UK ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പ്രശ്നമില്ല. ഒരുപാട് ബൈക്ക് റെൻറ്റിലും കാർ റെൻറ്റിലൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. ഇവിടെ ഒരു ജേഴ്സി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബാർസലോണയുടെ ജേഴ്സിയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ക്യാപ്സ് ഇരിപ്പുണ്ട്. എപ്പോഴോ സൂനിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഇത് കണ്ടോ ഗൈസ്, ഷഡി. അതെ, ഐ ലവ് മൈ ബോയ് ഫ്രണ്ട്, ഐ ലവ് ബാർസലോണ എന്ന് പറഞ്ഞ ഷഡിയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതെ. സോ ഇന്നലെ ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നതാണ്. ആരും ഇല്ലായിരുന്നു രാത്രി. സോ ഇപ്പോൾ കംപ്ലീറ്റ് ഓണാണ് സ്ട്രീറ്റ്, നല്ല തിരക്കാണ്, കടകളെല്ലാം ഓപ്പണായി. സോ സകൃത ഫാമിലിയിലേക്ക് ഇനിയും ഒരു 5 മിനിറ്റും കൂടെ നടക്കാനുണ്ട്. സോ ഗൈസ്, ഞങ്ങളിത് സകൃത ഫാമിലിയുടെ താഴെ എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ആ ഐക്കോണിക്, എന്താ അതിന് പറയുന്നത്, ഒരു ഐക്കോണിക് സ്ട്രക്ചർ. അതെ, ബാർസലോണയിലെ ഏറ്റവും മോസ്റ്റ് ഐക്കോണിക്. സോ ഇത് കാണാനാണ് ആയിരങ്ങൾ ദിവസവും ഇവിടെ വരാറുണ്ട്. നല്ല ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സെൻറ്ററാണ് കേട്ടോ ഇത്. സോ ഇതിനകത്തേക്ക് കയറാൻ ടിക്കറ്റ് വേണം. സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഇതിൻ്റെ പുറത്തു നിന്നുള്ള കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ടിക്കറ്റ് ഓൾറെഡി ഫിൽഡ് ആയിപ്പോയി, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അടുത്ത 2 വീക്സിലേക്കുള്ള ടിക്കറ്റ് കംപ്ലീറ്റ്ലി ബുക്ക്ഡാണ്. ഞങ്ങൾ അല്ലാതെയും കുറേ ശ്രമിച്ചായിരുന്നു ഇവിടുത്തെ ഒരു ടൂർ ഗൈഡിനെയൊക്കെ കണ്ടിട്ട് ടിക്കറ്റ് കിട്ടുമെന്നുള്ളത്, പക്ഷെ ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. സോ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുന്നതായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ഇത് എൻ്റെ പണി 2030 അല്ലെങ്കിൽ 2032 കൂടി പണി തീരും എന്നാണ് പറയുന്നത്. 1800 കാലഘട്ടങ്ങളിലാണ് ഇത് എൻ്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. സോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് പൂർത്തിയായിട്ടില്ല. സോ ഇത് പൂർത്തിയായി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു ഗോതിക് സെൻറ്റർ ആയിരിക്കും ഇത്. സോ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ എസ്കലേറ്റർ, ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് വരുന്നത്. സോ ഇവിടെ നിന്ന് ഒത്തിരി റീൽസ് വന്നിട്ടുണ്ട് വൈറലായിട്ടുള്ള. സോ ഈ എസ്കലേറ്റർ കയറി വരുമ്പോൾ കുറച്ച് ബാക്കിലാണ് നമ്മുടെ ഈ സകൃത ഫാമിലിയ. സോ ഈ സ്റ്റേഷൻ്റെ പേരും അത് തന്നെയാണ്, സകൃത ഫാമിലിയ. ഇങ്ങോട്ടേക്ക് വരാനുള്ള മെട്രോ റൂട്ട് ML2 L5 എന്നാണ് കേട്ടോ. 3 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. സോ സകൃത ഫാമിലി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പേര് ഈ സുവനിയറും കാര്യങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. സോ ഇതിനൊരു €1 എന്ന് വിളിച്ചാണ് വിൽക്കുന്നതൊക്കെ. ഇതെന്തോ സാധനം? അതെ, ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഫ്ലിമിംഗോ ഡാൻസ് എന്ന് പറയുന്നത്. സോ അവർ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു
ഇതാണ്. അതെ, നമ്മുടെ സിന്ദഗീന മിലഗി ദോബാര സിനിമയ്ക്കകത്ത് സെനോറിറ്റ ആ സോങ്ങില്ലേ, ആ സോങ്ങിനകത്ത് അവർ ആ കളിക്കുന്ന അത് ആ ഡാൻസിൻ്റെ എക്സാക്റ്റ് ഫ്ലെമിംഗോ അല്ല, എന്നാലും ആ ഒരു റെഫറൻസ് ആണ് അവർ ആ സിനിമയിൽ യൂസ് ചെയ്തേക്കുന്നത്. സോ അതിൽ ആ ഡാൻസ് ചെയ്യുന്ന പുള്ളിക്കാർ യൂസ് ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിവിടെ ഒരു സൊവനിയർ പോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. സോ ഇതിന് ഫ്രണ്ടിൽ അതിന് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നോക്കിക്കേ. ഓൾറെഡി ടിക്കറ്റ് എല്ലാം പ്രീ ബുക്ക്ഡ് ആണ്, എന്നിട്ട് പോലും അതിനൊക്കെയുള്ള തിരക്ക് നോക്കൂ. സോഫാർ ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അധികം ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഒത്തിരി പേര് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും കാണുന്നില്ല. കൂടുതലും യൂറോപ്യൻസ് തന്നെയാണ് കൂടുതൽ വരുന്നത്, പിന്നെ അമേരിക്കൻസ് വരുന്നുണ്ട്, പിന്നെ കൂടുതൽ ഏഷ്യയിൽ നിന്ന് കൂടുതൽ ചൈനീസ്, അതെ ഇറ്റലിക്കാർ വരുന്നുണ്ട്. കൂടുതലും നമ്മുടെ ഏഷ്യയിൽ നിന്ന് ചൈനക്കാരാണ് കൂടുതലും ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതെ, അവർ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നത്, ടൂർ ഗൈഡൊക്കെ ആയിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഞങ്ങൾ അങ്ങനെ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. സോ ഇതിൻ്റെ നോക്കി നിങ്ങൾക്കറിയാം, ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഇത് അത്രത്തോളം വലുതാണ്. സോ ഞാൻ വൈഡ് ആംഗിളിലൊക്കെ ഇട്ടിട്ടാണ് എടുക്കുന്നത്. സ്റ്റിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കിത് വിക്കിപീഡിയയിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഞാൻ അറിയാൻ പറ്റും. കാരണം ഇതിൻ്റെ മെയിൻ്റെനൻസ് ഇത് പണി പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയാകാതെ തന്നെ അതിങ്ങനെയാണ്. സോ സ്റ്റിൽ കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ട് നോക്കിയാൽ അറിയാം, അവരതൊക്കെ വെച്ച് മറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഗോതിക് ആർക്കിടെക്ചറാണ് ഈ മോഡല്. നമ്മൾ യൂറോപ്യൻ കൺട്രികളിലൊക്കെ വരുമ്പോൾ ഒരുപാട് ഗോതിക് ആർക്കിടെക്ചേഴ്സ് കാണുമ്പോൾ അതിലൊന്നിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ബാർസിലോണയിലുള്ള സഗ്രഡ ഫാമിലിയ. സോ സ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് ക്രെയിനും കാര്യങ്ങളൊക്കെ കാണാൻ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ 2032 ഇതിൻ്റെ പണി പൂർത്തിയാകുമെന്നാണ് ഒഫീഷ്യൽ ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് കേട്ടോ. സോ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത തിരക്കാട്ടോ. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇവിടെ നൈറ്റ് വന്നപ്പോൾ ഒറ്റ മനുഷ്യരില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും പറ്റും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഫുൾ തിരക്കാണ് കേട്ടോ. അവിടെ നിന്നൊന്നും നിൽക്കാൻ പറ്റും. ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി, ഒന്നും നടക്കുന്നില്ല. അതിൽ ഒരുപാട് നേരം നമുക്ക് വെയിലത്ത് നിൽക്കാനും പറ്റുന്നുണ്ട്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, അതുപോലത്തെ തിരക്കും. സോ നമുക്കറിയാലോ, ഇതുപോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഇതുപോലുള്ള തിരക്ക്. അതിപ്പോൾ എവിടെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. സോ ഒന്നെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഏർലി മോർണിംഗ് വരണം. കാരണം ഇവിടെ ഇപ്പോൾ മോർണിംഗ് രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സൂര്യൻ്റെ വെട്ടമൊക്കെ കിട്ടും, നല്ല ഫോട്ടോസ്. അപ്പോൾ ഈ റഷ് അവേഴ്സ് നമുക്ക് ഒഴിവായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലേറ്റ് നൈറ്റ് വരിക. സോ ലേറ്റ് നൈറ്റ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ പരിമിതികൾ കാരണം ഫോട്ടോസ് അത്ര നന്നാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വൈബ് നമുക്ക് എൻജോയ് ചെയ്യാം. അതെ, നൈറ്റ് ഇന്നലെ ആരും ഇല്ലായിരുന്നു. ഞങ്ങളത് അവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ രാത്രി വന്നിട്ട്. സോ അന്നേരം ഇവിടെ ഒന്നുമില്ലായിരുന്നു. സോ ഇവിടെ കേട്ടോ അവർ എൻട്രി, ഇതിവിടെ അവർ ടിക്കറ്റ് പാസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതുവഴി അകത്ത് കയറണം കേട്ടോ. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ എനിവേ, അതെ ഇവിടെ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള ഇതുണ്ട്. ബർഗർ കിങ് ഉണ്ട്, KFC ഉണ്ട് അവിടെ. ആ സ്ട്രീറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അവിടെ ഒരു യൂറോപ്യൻ കൺട്രി വന്നിട്ട് ഇത്രയും ഒരു ചൂട് ഫീൽ ചെയ്യുന്ന കേട്ടോ ഇതുവരെ. അതെ, കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ അതേ ചൂട് ഇപ്പോൾ എനിക്കിവിടെ സ്പെയിനിൽ കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് എനിക്കൊരു യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഇത്രയും ചൂട് കിട്ടുന്നത്. സോ പ്രത്യേകിച്ച് നമ്മൾ ലണ്ടൻ പോലുള്ള സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഈ ചൂടിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. അതെ, കാരണം ഇവർക്ക് കുഴപ്പമില്ല, കാരണം ഇവർക്ക് ഈ ചൂട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. കാരണം ഇവർക്ക് അത് ഒരു വർഷത്തിൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് അവർക്കത് കിട്ടുന്നില്ല. സോ അവർക്കത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സംഭവമായിട്ട് അവരെ ചെയ്യും. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ ചൂടത്ത് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ടാനൊക്കെ അടിച്ച ഒരുമാതിരി ആവും. സോ ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാം അടുത്താട്ടോ. ബർഗർ കിങ് ഉണ്ട്, KFC, മക്ഡൊണാൾഡ്സ്, ഫൈവ് ഗൈസ് ഉണ്ട്.
ആണ്ടോ ഇതിൻ്റെ സ്റ്റിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു. സോ ഇപ്പോഴവരത് എൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതേപോലെ ഒരുപാട് സൈക്കിൾ അതൊക്കെ റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ബൈക്ക് റെൻറ്റൽസ് ഇവിടെ കിട്ടും. സോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. I'm so happy I'm singing la la la. Oh la la la. I'm singing la la la. You hurt me now. I'm so happy I'm singing la la la.